ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പത്തിരിയാണ്, നെയ്പത്തിരി. തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നെയ്പത്തിരി. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് വറുത്ത പൊടിയാണ്. പത്തിരിക്കൊക്കെ എടുക്കുന്ന പോലത്തെ പൊടി ഉണ്ടല്ലോ, അത് തന്നെ വേണം ഇവിടെ. വറുക്കാത്ത പൊടി എടുക്കരുത്. ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം വയ്ക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ട് തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഈ പൊടി നനച്ചെടുക്കുന്നത്. നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് പൊടി മാറ്റാം. അതിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു മുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പച്ച തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പച്ച തേങ്ങ കിട്ടുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കിട്ടുന്ന തേങ്ങ എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം പൊടിയിൽ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തേങ്ങയും പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചേർക്കുക. തേങ്ങയുടെ ഒരു പാലിൻ്റെയൊക്കെ ഒരു അംശം ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ അംശം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടി ഈ പൊടിയിലേക്ക് നന്നായിട്ട് ചേർത്ത് തിരുമ്മി പിടിപ്പിക്കുക. അതിനുശേഷം വെള്ളം തിളച്ച ശേഷം നമുക്ക് ഒട്ടും ആവി കളയാതെ തിളമാറാതെ വെള്ളം അങ്ങനെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തിളമാറാതെ തന്നെ നമുക്ക് പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു മരത്തവി എടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നനച്ച് ചേർത്ത് പിടിപ്പിക്കുക. ഈ പൊടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത തിളച്ച വെള്ളം നന്നായിട്ട് നനച്ച് ചേർത്ത് പിടിപ്പിക്കുക. മാവ് നല്ലപോലെ നനച്ചെടുക്കണം. കൈ വെച്ച് നനയ്ക്കാൻ ശ്രമിക്കരുത് കേട്ടോ, കാരണം തിളച്ച വെള്ളം ആയതുകൊണ്ട് കൈയൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്. ഇതുപോലെ ഒരു മരത്തവി എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് മാവ് നനച്ച് മാറ്റി വയ്ക്കാം. വെള്ളം കൂടിയിട്ടൊന്നുമില്ല, പാകത്തിന് തന്നെയാണ്. വെള്ളത്തിൻ്റെ അളവ് പാകത്തിന്, അതിൻ്റെ അളവിനാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചൂടോടുകൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഒരു പശപ്പ് ഫീൽ ചെയ്യുന്നത്. കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയ ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ട് നമുക്ക് നനച്ചെടുക്കാം. ചൂട് കുറച്ചൊന്ന് കുറഞ്ഞ ശേഷം കേട്ടോ. കണ്ടോ, ഈ ഒരളവിൽ നല്ലപോലെ നമുക്ക് നനച്ചെടുക്കാം. ഈ പത്തിരിക്ക് ഇങ്ങനെയാണ് നനയ്ക്കേണ്ടത്. സാധാരണ മറ്റു പത്തിരിയാണെങ്കിൽ നമ്മൾ ചെറിയ പത്തിരി ഉണ്ടല്ലോ, അതിനാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പൊടി ഇങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കാറുണ്ട്, വേവിച്ചെടുക്കാറുണ്ട്. ഇത് അതുപോലെ ചെയ്യണ്ട. നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടകൾ ഉണ്ടാക്കി പ്രസ്സിൽ വെച്ച് അമർത്തി നമുക്ക് ചുട്ടെടുക്കാം. കണ്ടോ, കുറച്ച് കട്ടിയിലാണ് ഈ ഒരു പത്തിരി ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരി നൈസ് പത്തിരിയാണല്ലോ, വളരെ തിന്നായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ തേങ്ങാപ്പത്തിരി എന്ന് പറയുന്ന ഈ നെയ്പത്തിരിക്ക് കുറച്ച് കട്ടി ഉണ്ടാവും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന നമ്മൾ എടുക്കുന്ന ഉണ്ടകളുണ്ടല്ലോ, അത് കുറച്ച് വലിപ്പത്തിൽ തന്നെ എടുക്കണം. തിരിച്ചു മറിച്ചുവിട്ട് നല്ലപോലെ നമുക്ക് ചുട്ടെടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തടവി കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ സ്വാദ് കേട്ടോ, ഓയിൽ ഒഴിക്കരുത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. തിരിച്ച് മറിച്ചു വിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ കുറച്ചൊന്ന് തേച്ച് കൊടുത്ത ശേഷം വീണ്ടും നന്നായി ഒന്ന് ചുട്ടെടുക്കാം. ഇത് കൊമള പോലെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും, പൊള്ളി വരും. കണ്ടോ, പൊള്ളി വരുന്നത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. തേങ്ങ നെയ്പത്തിരി വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അതിന് കറികളൊന്നുമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. വേണമെങ്കിൽ ചിക്കനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാക്കി റോസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ബീഫൊക്കെ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തതൊക്കെ ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു കറി ഇല്ലെങ്കിൽ തന്നെ ഈ പത്തിരി വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വെറുതെ ചായയുടെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ പ്രസ് ഉണ്ടല്ലോ, ഈ പ്രസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അത് നിങ്ങളോടൊന്ന് ഈ സമയത്ത് ഷെയർ ചെയ്യാണ്. ഞാനിവിടെ UAE ഈ പ്രസ് വാങ്ങിക്കാൻ പോയപ്പം ഒരു സ്റ്റീലിൻ്റെ കോട്ടിങ്ങുള്ള പ്രസ്സാണ് എനിക്ക് കിട്ടിയത്. അത് വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അങ്ങനെ പിന്നെ ഈ ഒരു സിറാമിക് കോട്ടിങ്ങുള്ള പ്രസ് അന്വേഷിച്ച് നടക്കുകയായി. അങ്ങനെ സമയത്താണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഈ കാര്യം അറിഞ്ഞിട്ട് അദ്ദേഹം നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ സമയത്ത് ഞാനത് പറയുകയാണ്. എനിക്ക് നന്നായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, പത്തിരി ഏകദേശമൊക്കെ നല്ലപോലെ നമ്മുടെ പാകത്തിന് വെന്ത് കിട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ശേഷം തിരിച്ചു മറിച്ചു വിട്ട് നല്ല പൊള്ളിയ പോലെ നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പത്തിരിയാണിത്. അധിക സമയമൊന്നും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട. വെള്ളം തിളയ്ക്കുന്ന സമയം, അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത ശേഷം
ചൂടാറിയിട്ട് ചൂട് അധികമൊന്നും ആറണ്ട, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ചെറിയ ഉണ്ടകളായിട്ട് ഇട്ട ശേഷം പ്രസ്സിൽ വെക്കുക, പ്രസ് ചെയ്ത് ചുട്ടെടുക്കാം. ഇതുപോലുള്ള സിറാമിക് പ്രസ്സിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം നമ്മൾ ഉണ്ട വെച്ചിട്ട് പ്രസ് ചെയ്യാൻ കേട്ടോ. അതിൻ്റെ കറക്റ്റ് അളവിൽ ഇല്ലെങ്കിൽ കിട്ടില്ല. ഒരു സൈഡ് നേരിയതായിട്ടും ഒരു സൈഡ് കട്ടിയിലും കിട്ടിപ്പോവും. ഇങ്ങനെ എണ്ണ തടവിയിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരേ അളവിൽ നമുക്കത് കിട്ടും. കണ്ടോ, ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് എല്ലാം പത്തിരി റെഡിയാക്കി വെച്ചു. അടുത്ത പത്തിരി അവിടെ ആ സമയം കൊണ്ട് വേവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും പോവില്ല. രാവിലെ നേരത്തൊക്കെ ഓഫീസിൽ തിരക്ക് പിടിച്ച് പോകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പത്തിരിയാണ്. വളരെ ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്, എണ്ണയൊക്കെ പുരട്ടി നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കൂടെ ഒരുപാട് സ്നേഹത്തോടെയുള്ള എല്ലാവർക്കും തിരിച്ചും അതേ സ്നേഹത്തോടു കൂടി തന്നെ താങ്ക് യു വെരി മച്ച്. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ബെലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ അടുത്ത നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു.